കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ നമ്മുടെ CJ റോയിയുടെ ഡയറിയിൽ നിന്ന് നിർണായക ചില വിവരങ്ങൾ കണ്ടെത്തി എന്നതാണ് സൂചന. ജീവനൊടുക്കാൻ റോയി നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാണ് വിവരം. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ഡയറിയിൽ നിന്ന് കണ്ടെത്തിയത്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ന്യൂസ് കണ്ടപ്പം ആദ്യം ഷോക്ക്ഡ് ആയോ എന്ന് ചോദിച്ചാൽ ഞാൻ ഷോക്ക്ഡായി. കാരണം ഈ ഒരു വ്യക്തി ഇപ്പം മരിക്കുമെന്നുള്ളത് പോലും നമ്മളാരും നമ്മുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ CJ റോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന TV-യിൽ ഒരു ചാനൽ ഏതാ ചോദിച്ചാൽ ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പരിപാടികൾ കാണുകയാണെങ്കിലും CJ റോയിൻ്റെ പേര് അവിടെ എപ്പോഴും വരലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സുലഭമായി എപ്പോഴും കേട്ട് നടക്കുന്ന ഒരു വ്യക്തിനെ പോലെയാണ് CJ റോയി എന്ന് പറയുന്ന ആൾ. അപ്പം ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു മരണമൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആൻഡ് മരണത്തിലോട്ട് വരുമ്പം അതൊരു സൂയിസൈഡ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, അതൊരു ഗൺ ഷോട്ട് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആൻഡ് അതിങ്ങനെ ഫ്രണ്ടോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ അറിയുന്നത് ഇത് കുറച്ചായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യമാണെന്നും രണ്ടാമത്തത് സാമ്പത്തിക പ്രശ്നമാണെന്നുള്ളതും ഇതും കൂടെ കേട്ട സമയത്താണ് കംപ്ലീറ്റ് കിളി പോയിട്ട് ഞാൻ ഇന്ന് എൻ്റെ ഈ വർക്കിനിടയിൽ വന്നിരുന്ന ഈ വീഡിയോ എടുക്കുന്നത്. കാരണം CJ റോയ്ക്കൊക്കെ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ആലോചിക്കുന്നത്. പിന്നെ അബൌട്ട് ദിസ് ആത്മഹത്യ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഒരിക്കലും തന്നെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് അയാൾ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സാധനം ചൂസ് ചെയ്തത്. അപ്പോഴും നമ്മൾ കരുതിയിരുന്നത് മനക്കട്ടിയായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളാണ്. അതിന് തൊട്ട് മുമ്പ് ഈ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അങ്ങോട്ടാണ് ഒരു ഫോക്കസ് പോവുക, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു ആൾ സൂയിസൈഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആളുടെ അമ്മേനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ എന്ന് പറയുന്ന ഒരു പില്ലറിലോട്ട് ഒരാൾ തേടി പോകുന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഇതൊരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല, താൻ അത്രയും വീക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പം പല സൈഡിൽ നിന്ന് ചിന്തിച്ചിരുന്നു, പല ആംഗിളിൽ ഈ വിഷയത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം മൂലമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. എന്തായാലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഈ ന്യൂസ് ഭയങ്കര ചർച്ചയിൽ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മെയിൻ ന്യൂസിലോട്ട് പോകാം. സോ ഗൈസ്, ആദ്യം തന്നെ എൻ്റെ ചാനലിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്നും കുറിപ്പിൽ പറയുന്നു. കുറെ കാലമായി കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആളുടെ ഒരു ഡയറിയാണ് ഇപ്പം നിർണായക തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഡയറീൻ്റെ ഉള്ളിലത്തെ കുറച്ച് വിശദാംശങ്ങൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള മെയിൻ 3 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം, കുടുംബങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഓഫ് കോഴ്സ് നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഹേർട്ടാവുന്ന ഏറ്റവും വലിയ വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മളുടെ കുടുംബം തന്നെയാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ മുഴുവൻ നമ്മളുടെ CJ റോയിയുടെ വൈഫിനെയും മക്കളെയും ഒക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിലും നമുക്ക് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ആൾക്കാരെ സംബന്ധിച്ച് കുറച്ച് ദിവസത്തേക്കുള്ളൊരു ഡിസ്കഷൻ, വർത്തമാനങ്ങൾ, ഡിബേറ്റുകൾ, ചർച്ചകൾ എന്നല്ലാണ്ട് നഷ്ടം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ആ കുടുംബത്തിന് തന്നെയാണ്. അപ്പോൾ കുടുംബത്തിനോട് മാപ്പ് പറയുന്നു. കാരണം കുടുംബം ഒരിക്കലും പ്രതീക്ഷിക്കില്ല, അല്ലെങ്കിൽ കുടുംബം ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ചെയ്തത്. രണ്ടാമത്തത് എന്താണ്, ഫോറിൻ നിക്ഷേപണത്തിൽ കുറച്ച് എന്ന് വെച്ചാൽ ബിസിനസ് പരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു എന്നും. മൂന്നാമത് പറയുന്നത്, ഇത്രയും കാലം കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ഒരു വ്യക്തികളെയും നിങ്ങൾ ഒഴിവാക്കരുത് എന്നാണ്. അതാണ് ഈ വ്യക്തിയുടെ ഒരു മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പെർട്ടിക്കുലർ ആളിൽ എനിക്ക് ഈ ആളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാനുള്ള കാരണം ഇതുകൊണ്ട് തന്നെയാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ, ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. ആൻഡ് ഇനി ഒഴിവാക്കി അത് പാസ്റ്റ് റിലേറ്റഡ് സ്റ്റോറീസാണ്, അതിലോട്ടൊന്നും ഇപ്പം ഞാൻ ഡിഗപ്പ് ചെയ്ത് പോകുന്നില്ല. ഞാനിപ്പോൾ കറൻ്റ്ലി സംസാരിക്കുന്നത് ഇത് മാത്രമാണ്. കാരണം എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് അതിനെപ്പറ്റി വളരെ ക്ലിയറായി അറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ പൊതുവേ നമുക്ക് അറിയാം, ഇപ്പോൾ റീസെൻ്റ്ലി ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് അനുവാണ് വിന്നറായത്. അനുവിന് കൊടുത്തു, അതവിടെ വിടാം. പക്ഷെ ജനങ്ങളുടെ ആഗ്രഹം, ജനങ്ങളുടെ ഇഷ്ടം അനീഷിനെ പോലെ ഒരു കോമണർ ജയിക്കണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനീഷിന് ഒരു പൈസ കൊടുക്കാൻ കാണിച്ചൊരു മനസ്സുണ്ട്. അപ്പോൾ ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് മറ്റൊരാളെ സഹായിക്കണം, മറ്റൊരാളോട് കൂടി ചേർന്ന് നിൽക്കണം, തന്നെ കൊണ്ട് പറ്റുന്ന നല്ലത് ചെയ്യണം, ആ ഒരു മനസ്സുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെറ്ററിലും അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് എഴുതുന്നത്, തൻ്റെ കൂടെ ഇത്രയും കാലം നിന്ന ആൾക്കാരെയും നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന്. എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണ്, എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് എന്നറിയുന്നു. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ദീപക് മോഹൻ,
കോഴ്സ് ഇതൊരു എക്സ്ട്രീം സ്റ്റെപ്പാണ്. കാരണം ഈ സ്റ്റെപ്പിനെ കൗണ്ടർ ചെയ്യാനോ ഈ സ്റ്റെപ്പിനെ കറക്റ്റ് ചെയ്യാനോ ഒന്നും നമ്മളുടെ കയ്യിലില്ല. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ സഹായിക്കായിരുന്നു. കുടുംബപരമായ പ്രശ്നങ്ങളാണെങ്കിൽ ഇനി എന്ത് പ്രശ്നങ്ങളാണെങ്കിലും കുടുംബത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കായിരുന്നു പറ്റുന്നത് പോലെ. ഇല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും എങ്ങനെയാണോ ലൈഫിൽ ഇന്നോ നാളെയോ മാറുമെന്ന് കരുതി നിൽക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഈ മരണം എന്ന് പറയുന്ന ഒരു സാധനത്തോടു കൂടി എല്ലാവരെയും ഒരുപോലെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ഇത് എക്സ്ട്രീം സ്റ്റെപ്പാണ്. ഇതിൽ പകരം വേറെ സ്റ്റെപ്പൊന്നുമില്ല. കാരണം അനിയൻ വരുന്നതിന് മുമ്പ്, അന്ന് വൈകുന്നേരം എത്തുന്നതിന് മുമ്പ് ഒരു 3:30-3:45 ആയപ്പോഴേക്ക് ഇത് ചെയ്തു. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്താലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ജീവൻ ഒടുക്കിയത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് റോയി തന്റെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്റെ ആരോപണത്തിന്റെ ബലം നഷ്ടപ്പെടും. നാളെ കോൺഫിഡന്റ് ഗ്രൂപ്പ് മാധ്യമങ്ങളെ കാണാൻ ഇരുന്നതാണ്. ഒരുപക്ഷെ ഡയറിയിൽ നിന്ന് ഈ നിർണായക വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമോ അവർ പത്രസമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ടാവുക? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? SIT നൽകുന്ന ചെറിയ ക്ലൂ എന്താണ്? ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ, എങ്ങനെ, എവിടെ എത്തി നിൽക്കുന്നു? ചിലപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ന്യൂസ് വന്നിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലാണ്. ഈ ചാനലിൻ്റെ താഴെയൊക്കെ തെറിവിളിയോ വിളിവിളികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ആദ്യം പറഞ്ഞു റെയ്ഡ് വന്ന സമയത്ത് ഇങ്ങനെ പെരുമാറി, അതിൻ്റെ റിഫ്ലക്ഷനിലാണ് പുള്ളി ഇങ്ങനെ ചെയ്തത്, ഇപ്പം നിങ്ങൾ വന്നിട്ട് ഇത് പറയുന്നു, അങ്ങനെ കുറേ അഭിപ്രായം പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണോ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്ന അതാണ്. അപ്പോൾ ആളുടെ പേഴ്സണൽ ആയിട്ടുള്ള സെക്രട്ടറി വ്യക്തി ഈ രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ്, ഇന്ന പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഇയാൾക്ക് ബുദ്ധിമുട്ടായിരുന്നു, അത് കഴിഞ്ഞതിന് ശേഷമാണ് പോയത്, അങ്ങനെ ആക്കിയത് എന്ന് പറയുമ്പം നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് ആംഗിൾ അങ്ങനെയാണ് വരിക. CJ റോയ് എന്ന് പറയുന്ന അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണം ഫുള്ള് തെളിഞ്ഞു കഴിഞ്ഞിട്ട് മീഡിയയിൽ പറയാമെന്ന് കരുതി അത് പോസിബിൾ അല്ല. അവിടെ പറഞ്ഞേ പറ്റൂ. അപ്പം ഒരു ഫസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഇതാണ് തിരിച്ചറിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലോട്ട് പോയ സമയത്ത് ഇതാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീട്ടുകാരുടെ ഒരു പെർസ്പെക്റ്റീവ് ഇത് മാത്രമാണ്. ഇപ്പോൾ കറൻ്റ്ലി ഡയറി കിട്ടിയ സമയത്ത് അവരുടെ പെർസ്പെക്റ്റീവ് മാറിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു കേസും ഒരു ദിവസം കൊണ്ട് അതിൻ്റെ ഒരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റില്ല. ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. കണ്ടുപിടിച്ച് വരണം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവണം, അതിനൊരു തീരുമാനം ഉണ്ടാവണം. ചിലപ്പോൾ നമ്മൾ എടുത്ത കൺക്ലൂഷൻ തെറ്റായിരിക്കാം. ട്രയൽ ആൻഡ് എററിൽ കൂടിയാണ് കറക്റ്റ് ആവുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങളും പറയും, ഇപ്പോൾ നീ അഭിപ്രായം പറ്റുമല്ലോ, എനിക്ക് മീഡിയ കാണുന്നേ പറയാൻ പറ്റൂ. ഞാൻ റോയ് സാറിൻ്റെ വീട്ടിൽ താമസിക്കുന്ന ആളല്ല, കൂടെ നിൽക്കുന്ന വ്യക്തിയല്ല. അരുൺകുമാർ, ആദ്യം ഈ കേസ് ഏറ്റെടുത്തത് കർണാടക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, കർണാടക CID ആയിരുന്നു. എന്നാൽ പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഈ പ്രത്യേക അന്വേഷണ സംഘം കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ബംഗളൂരുവിലുള്ള റിച്ച്മോണ്ട് സർക്കിളിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഡയറി കണ്ടെത്തിയത്. ഈ ഡയറിയിലാണ് ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളത്. അത് തന്നെ 7 പേജുകളിൽ അധികമായാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താനൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്, തന്നോട് തന്റെ കുടുംബങ്ങളും അടുപ്പക്കാരും ഒക്കെ ക്ഷമിക്കണമെന്നാണ് ആദ്യം പറയുന്നൊരു കാര്യം. അതോടൊപ്പം വിദേശ സംരംഭങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിട്ടു, തന്നോടൊപ്പം നിന്നിരുന്ന സംരംഭകരോടൊക്കെ അവരെയൊക്കെ തന്നെ ഇനി സംരക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആ പരാമർശങ്ങളുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച ഈ വിവരങ്ങൾ, ഈ ഡയറിയിലുള്ള വിവരങ്ങളാണ് ആത്മഹത്യ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു റോയി എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഈ SIT ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ പുറത്തുവിട്ടത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നു എന്നുള്ള രീതിയിൽ വിവരങ്ങൾ വരുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ വിശദമായ പരിശോധന നടത്തും. ഈ ഡയറിയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വിദേശ സംരംഭങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ദീപക്, ഇതിനകത്തൊരു സംശയമുള്ളത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ദിവസം ഈ റോയിയെ കാര്യമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് SITക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന്റെ മുന്നിൽ നിന്ന് IT ഡിപ്പാർട്ട്മെന്റ് തൽക്കാലം തലയൂരും അല്ലെ? ഈ ആത്മഹത്യക്കുറിപ്പൊക്കെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ റോയിയുടെ കുടുംബാംഗങ്ങൾ? ഇനി എന്തിൻ്റെയൊക്കെ പേരിലാണെങ്കിലും നമ്മുടെ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു കാര്യത്തിനും ഒരു സൊല്യൂഷനും തരില്ല. ഇവിടെ ഇപ്പം പറഞ്ഞത് പ്രകാരം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ പോയിട്ടുള്ളത്, എൻ്റെ ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആളുടെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്പോസിറ്റുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എന്താണ്?
എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്, എന്ത് കൺക്ലൂഷനാണ് നടക്കുന്നത്. ആൻഡ് ഇവരുടെ സൈഡിൽ നിന്ന് ബ്രദർ ഒപ്പീനിയൻ പറയുന്ന സമയത്ത് ആദ്യം പറഞ്ഞ കാര്യമല്ല രണ്ടാമത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദുരൂഹതകൾ ഈ കേസിലുണ്ട്. ആദ്യം പറഞ്ഞു IT റെയ്ഡിൻ്റെയാണ് അന്ന്. അപ്പോൾ എന്തൊക്കെയൊക്കെയായിരുന്നു പറഞ്ഞാൽ റെയ്ഡ് ചെയ്ത സമയത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, ഫോൺ വാങ്ങി വെച്ചു, പുറലോകം കാണിക്കില്ല, അത് ഡിസ്കഷനായി. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഡയറി വന്ന സമയത്ത് ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുന്നു. ആൻഡ് ഈ സിറ്റുവേഷൻ നടക്കുന്നതിൻ്റെ ഒരു 2 മണി 12 മണി സമയത്താണ് റെയ്ഡ് നടന്നത്. അതിൻ്റെ CCTV ഫുട്ടേജിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പം എത്രയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്താണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ നിലയിലോട്ട് എത്തിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ സ്വന്തം ലൈഫിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടിവ് സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓക്കെ ആക്കാമായിരുന്ന ഒരു സിറ്റുവേഷൻ ആവാം, അല്ലെങ്കിൽ ആവും, അതാണല്ലോ കാലം. പക്ഷെ അപ്പോഴേക്ക് കയറി ഇങ്ങനൊരു ഇതിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഒരു ഗൺ ഷോട്ടാണ്. അപ്പം അവിടെ എനിക്ക് പൊതുവെ ഈ കേസ് കംപ്ലീറ്റ്ലി കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നത് ജനങ്ങൾ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും റോയി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് തന്നെ നശിയും. അത് പുറത്ത് എത്തുമെന്ന് മനസ്സിലായ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അപ്ഡേറ്റുകൾ പുറത്തു വരും. അപ്പം സംസാരിക്കാം. ഇപ്പം ഞാനും ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് കുറേ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത്. എന്തായാലും നമുക്ക് നോക്കാം.